ഹലോ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം. ഞങ്ങൾ നിൽക്കുന്ന വീടിൻ്റെ ബാക്ക് ഭാഗത്താട്ടോ. ഇവിടെ ആടിൻ്റെ ഇതൊക്കെ ഉണ്ട്. പറയുമ്പോൾ 2 ആടുള്ളൂ, അതിനെ പുറത്തേക്ക് കെട്ടിയാണ്. പിന്നെ നല്ല വെയിലാണ്, അതിനനുസരിച്ച് കാറ്റുണ്ട്. അപ്പോൾ റൂമിൽ കിടക്കേണ്ടത് വെച്ചിട്ട് ഞങ്ങളൊക്കെ പുറത്ത് ഒരു ആര്യവേപ്പിൻ്റെ മരവും പിന്നെ ഊങ്കോ അങ്ങനെ എന്തൊരു മരമുണ്ട്. അത് രണ്ടും കൂടി അടുത്തടുത്താണ്. അപ്പോൾ നല്ല തണലുണ്ട്, പിന്നെ നല്ല കാറ്റുണ്ട്. അപ്പം എന്താ വെച്ചാൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്ന് കിടന്നു. കുറച്ച് പേരും വീട്ടിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ, ഓരോ കിടക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ പുറത്ത് ഇവിടെ വന്ന് കിടന്നു. നല്ല കാറ്റുണ്ട്. പിള്ളേരൊക്കെ ഉറങ്ങി, കണ്ണനും ഉറങ്ങി, പിന്നെ നന്ദുട്ടി ഉറങ്ങി. ഇനി ശ്രീകുട്ടിയും അമ്പിക്കും ഒന്നും ഉറങ്ങിയിട്ടില്ല, ഒരാടെ ഫോണിൽ കളിച്ചിരിക്കുക. പിന്നെ അച്ഛനും അമ്മയും സുധേട്ടുണ്ട്, ചിന്നുണ്ട്, അവരൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇന്നലെ ഇട്ട് വീഡിയോസിന് ഇങ്ങനെ ഓരോരുത്തർ കമൻറ്റ് ഇട്ടിരുന്നു അറിയാൻ വേണ്ടിയിട്ട്. അമ്മൂമ്മൻ്റെ ലവ് മാരേജ് ആണോ, നിങ്ങൾ തമിഴാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അമ്മൂമ്മൻ്റെ അമ്മച്ചൻ്റെ ലവ് മാരേജ് ഒന്നല്ല, അത് അറേഞ്ച്ഡ് മാരേജാണ്. അപ്പോൾ അമ്മച്ചന് ഇവിടെ തൂത്തുകൂടിയോ ഇവിടെ എവിടെയോ സ്ഥലത്ത് പണിയുള്ളപ്പം അങ്ങനെ വന്നതാണ്. അപ്പോൾ ഈ അമ്മൂമ്മൻ്റെ അനിയത്തിയും അമ്മൂമ്മൻ്റെ അനിയനൊക്കെ പണിക്ക് അങ്ങനെ പോയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംസാരിച്ചിട്ട് അങ്ങനെ എന്നുവെച്ചാൽ അമ്മച്ചൻ്റെ ഒരു ഫ്രണ്ടും അമ്മമ്മൻ്റെ അനിയത്തിയും അങ്ങനെ ഒരു കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ചാണ്. അല്ല ലവ് മാരേജ് ഒന്നല്ല. എല്ലാവരും ചോദിച്ചു എല്ലാവരും ഇല്ല, ആർക്കും അങ്ങനെ കമൻറ്റ്സ് ഇട്ടിരുന്നു ലവ് മാരേജ് ആണെന്നൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും അതിനോട് ഇങ്ങനെ മറുപടി പോലെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ച്. പിന്നെ ലൈവിന് വരണം വിചാരിച്ചിരുന്നു, പക്ഷേ ലൈവ് കിട്ടൂല. എന്നുവെച്ചാൽ സബ്ബൊന്നും അത്ര ആയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ലൈവായിട്ട് കിട്ടൂല. എന്നുവെച്ചാൽ ലൈവായിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ കുറേ വീഡിയോസിൽ ഒരുവിധ സ്ഥലങ്ങളൊക്കെ കാണിച്ചു. പക്ഷെ കണ്ടാലും തീരൂല, അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ഈ തോട് പോലത്തെ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നല്ല ഇതാക്കി കൊടുക്കുക. എന്നുവെച്ചാൽ ഇവിടെ മഴ പെയ്താൽ വെള്ളമൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങോട്ടാക്കും. അപ്പോൾ ആ ഒരു ഭാഗം നല്ലോണം താത്തി കൊടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. വെള്ളം വന്നിട്ട് ഇവിടെ ഒരു 3-4 മാസം മുന്നേ നല്ല മഴയായിരുന്നു. നല്ല മഴ പറഞ്ഞാൽ നമ്മളവിടുത്തെ പ്രളയം പോലെ. അപ്പോൾ വെള്ളം വന്നിട്ട് ആകെ ഇവിടെ കച്ചറാണ്. ഞങ്ങൾ നിൽക്കുന്ന വീടിൻ്റെ ബാക്കിലേക്കൊക്കെ കച്ചറായി. അപ്പം എന്താ ഈ പാലുണ്ട്, ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ കുറച്ച് വെള്ളമുള്ളൂ, വെള്ളം വല്ലാണ്ടില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ മണ്ണൊക്കെ ഒന്ന് ശരിയാക്കുക. ഇങ്ങനെ ഇതൊക്കെ എന്താ പറയുക, JCB അവിടെ കണ്ടോ മണ്ണൊക്കെ ഇതാക്കണ്, ഒന്നും കൂടി ആഴം കൂട്ടുന്ന രീതിയിൽ ശരിയാക്കുക. അല്ലെങ്കിൽ മഴ പെയ്തിട്ട് മണ്ണ് നല്ലോണം വന്നടിഞ്ഞാണ്. അപ്പോൾ ഒന്നും കൂടി ആഴം കൂട്ടുക. അല്ലെങ്കിൽ മഴ പെയ്യുമ്പം പിന്നെയും വെള്ളം ഇങ്ങോട്ടൊക്കെ എടുക്കും. ഇത് സാധാരണ ഇത് കൂടെ അങ്ങോട്ട് പോയിക്കും കണ്ടോ. അതിൻ്റെ അടിയിലൊക്കെ നല്ല കാറ്റ് നോക്കണേ, നല്ല എന്താ കോൺക്രീറ്റ് പോലെയാണ് അതിൻ്റെ അടിയിൽ. നമ്മളിപ്പോൾ ഇത് ഇതാക്കൂലേ ഡാമിൻ്റെ അതേപോലെ ഷട്ടറൊക്കെ കൊടുത്തിട്ട്, ഷട്ടറില്ല ഇങ്ങനെ ഗ്യാപ്പ്. അപ്പോൾ അവിടെ പോയി കിടക്കുമ്പോഴേ നല്ല സുഖമാണ്. അവിടെ അച്ഛനും മാമനൊക്കെ പായൊക്കെ കൊണ്ട് അവിടെ പോയി കിടന്നിരുന്നു കുറച്ച് മുന്നേ. വെയിലും ഇല്ല, പിന്നെ നല്ല സുഖം. ഈ കാറ്റിനെ കണ്ടോ, കിളകണുണ്ടോ കാറ്റിട്ട്, അതുകൊണ്ട് നല്ല സുഖമാണ്. ഇപ്പം 2-3 JCB ഉണ്ട് ഇവിടെ, അവിടേക്കുണ്ട് കേട്ടോ JCB. അവർക്ക് ഇന്നലെ അപ്പുറത്തെ സൈഡായിരുന്നു, അതിൻ്റെ അപ്പുറത്തെ സൈഡായിരുന്നു പണി. ഇന്നിപ്പോൾ ഈ സൈഡും. ഇപ്പോൾ കുറച്ച് വെള്ളം നിൽക്കണുള്ളൂ കണ്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അതാ കുറേ കാറ്റാടിയും പിന്നെ ഇതിൻ്റെ മരവും പന. എൻ്റെ അടുത്ത് തന്നെ ഒരു പന ഉണ്ട്. പനൻ്റെ നൊങ്ക് കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ നൊങ്ക് കുറേ മൂത്താണ്, പിന്നെ പറിക്കാനും ആൾക്കാരില്ല. പറിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ചത് മൂത്ത് അങ്ങനെ എന്തോ ആയി. മൂത്തത് രസം ഉണ്ടാവില്ല, ഈ ഇളയതാവുമ്പോൾ രസം ഉണ്ടാവും. കണ്ടോ ഇവിടെയൊക്കെ മണ്ണ് ശരിയാക്കണുണ്ടോ, മണ്ണിങ്ങനെ കുന്ന് കൂടിക്കണതും ഒക്കെ നിരപ്പാക്കി. ഇന്നത്തെ അതിൻ്റെ ബാക്കിലേക്കൊക്കെ അങ്ങനെയാണ്. ഇവിടെ വെയിലുണ്ട്, പക്ഷെ വെയിലറിയില്ല, ഈ കാറ്റുള്ളതുകൊണ്ട്. കാലത്ത് നിൽക്കാനാണത് ഈ ആര്യവേപ്പിൻ്റെ അത്. വിറകൊക്കെ ഇങ്ങനെ ഒരു കയറ് കെട്ടിയിട്ട് അതിലിങ്ങനെ ആക്കിയേക്കുന്നു. പിന്നെ ബാക്ക് ഭാഗത്ത് കുറച്ച് ചെടിയൊക്കെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. ചെടി എന്ന് പറഞ്ഞാൽ മുരിങ്ങേൻ്റെ റോസ്. പിന്നെ കോഴിനെ വളർത്തുന്നുണ്ട് ഇവിടെ. ഇവിടുത്തെ കോഴികളുണ്ടോ അങ്ങനെ ഹൈറ്റ് കൂടുതലുള്ള കോഴികളാണ്. എന്ത് കോഴികളാണ്, ഗിരിരാജൻ കോഴികളോ ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം.
ഇതാ ഹൈറ്റ് കൂടുതലുള്ള കോഴികൾ അവിടെ, കടക്കോഴികളാണെങ്കിലും പൂവൻ കോഴികളാണെങ്കിലും. ഇത്രയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അധികം കണ്ടിട്ടില്ല. ഇന്നലെ ഒരു 7 മണിക്ക് 8 മണിക്ക് ശേഷം അവിടെ പൊങ്കാലൊക്കെ ഉണ്ടായിരുന്നു. പൊങ്കാല ഇടണത്, പിന്നെ ഉച്ചയ്ക്കുണ്ടായ പരിപാടി പോലെ തന്നെ രാത്രി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെളിച്ചപ്പാടിൻ്റെ ഇതും അങ്ങനെയൊക്കെ. അത് ഞങ്ങൾ വരുമ്പോഴേക്കും കഴിഞ്ഞു. പിന്നെ പിള്ളേരൊക്കെ രാത്രി ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ ആയിട്ട് നല്ലപോലെ ഉറക്കവും ശരിയായില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പോകുന്നു. നേരത്തെ രാത്രി ഭക്ഷണം പൂരി ഇഡ്ഡലിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചോറുണ്ടായിരുന്നു, ചോറുണ്ട്. പൂരിക്ക് മസാലക്കറി, കിഴങ്ങ് കറി ഇല്ലേ, മസാലക്കറി അല്ല, ഈ എന്താ ബാജിയോ അങ്ങനെ ഇത് പറയില്ലേ, കിഴങ്ങ് ഉള്ളിയും കിഴങ്ങൊക്കെ കൊണ്ട് അങ്ങനത്തെ കറിയും സാമ്പാർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 10 മണി 10:30 ആകുമ്പോൾ പോകുന്നത്. 2 മണിക്കൊക്കെ അവിടെ പരിപാടി ഉണ്ട്. എന്തൊക്കെയോ ഈ ചുടലുണ്ടാവില്ലേ, ഈ ശ്മശാനം പോലെ ഇവിടെ ചുടലെന്ന് പറയാം. അപ്പോൾ അവിടേക്കൊക്കെ ഈ വെളിച്ചപ്പാടായ ആൾ, നിങ്ങൾ ഏതോ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്, ഏത് കാർത്തിൻ്റെ ഒരു സിനിമയിലുണ്ട്. ആ സിനിമേൻ്റെ പേരെന്തെയ്യുന്നു, കാർത്തിയും പിന്നെ ലക്ഷ്മി മേനോനാണ് ആ കുംകിത്തെ നടിയുള്ള ഓരോ സിനിമ ഉണ്ടായിരുന്നു. സിനിമേൻ്റെ പേരെന്താ മറന്നുപോയി. ആ സിനിമയിൽ ആ നടീൻ്റെ, കുംകിത്തെ നടീൻ്റെ അച്ഛനായിട്ടുള്ള ഒരാളുണ്ടല്ലോ, ഒരു ലാസ്റ്റ് ഭാഗത്തുണ്ടല്ലോ, ഒരു വേട്ടയ്ക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് അയാളിങ്ങനെ കെട്ടിട്ട് പോകണ, കണ്ടവർക്ക് അറിയാം കേട്ടോ. അങ്ങനെയൊക്കെ പോകുന്ന ഇതൊക്കെ കണ്ടിട്ട് രാത്രി 2 മണിക്ക് 1 മണിക്കൊറ്റോ. അപ്പോൾ ആ ചുടല പറഞ്ഞ സ്ഥലത്തേക്ക് വരികയാണ്. ആ ഒരാൾ മാത്രം വന്നിട്ട് ഇതാക്കണതാണ്. ആ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞങ്ങളതൊന്നും കാണാൻ നിന്നിട്ടില്ല. പിന്നെ അമ്മമാർ ഉച്ചക്കത്തെമാർ എന്താ കോഴീനെ ആടിനെ അതിനൊക്കെ കുത്തി കൊടുക്കലോ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പിന്നെന്താ, പിന്നെ താലപ്പൊലി പോലെ എന്തോ താലൊക്കെ എടുത്തിട്ട് നമ്മൾ താലപ്പൊലി അവിടെ പഴവും ഇതൊക്കെ അല്ലേ, ഇതല്ല, ഇത് എന്തോ ഒരു മാവ് കുഴയ്ക്കും, ശർക്കരയും പിന്നെ ഇത് ഗോതമ്പ് പൊടി ഇട്ട്, എന്നിട്ട് ആ മാവ് കുഴച്ചിട്ടൊരു ഷേപ്പ്, വട്ടത്തിൽ ഷേപ്പാക്കും. എന്നിട്ട് നടുവിൽ തിരി കത്തിക്കുക, എണ്ണ ഒഴിച്ചിട്ട് തിരി കത്തിക്കുക, അങ്ങനെ എന്താ അതാണ് താലം പോലെ. പിന്നെ താലത്തിലുണ്ടേണ്ടത് മാലല്ലേ, ദേവിക്കും അവിടുത്തെ ദേവിക്കൊക്കെ ഇടുന്ന വലിയ മാല, ആ മാലയും പിന്നെ മുല്ലപ്പൂ, പിന്നെ വേറെ എന്തോ, പിന്നെ ഫ്രൂട്ട്സ് എന്തൊക്കെയോ വെച്ചിട്ട് അങ്ങനെ താളുണ്ട്. 2 തരം താളുണ്ട്. എന്തൊക്കെയോ താലത്തിൻ്റെ പേര് എനിക്കറിയില്ല. ഇവിടുന്ന് അമ്മൂമ്മേൻ്റെ അനിയത്തിയൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ഒരു കുഴക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പം പിള്ളേരെന്തോ കരച്ചിലോ അങ്ങനെ എന്തായിട്ട് ഞാൻ എടുത്തിട്ടില്ല. എടുക്കാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്ത്. പിന്നെ അവർക്ക് കണ്ണ നീച്ചിട്ട് ഒരു 7 മണി 6:30 ഒക്കെ ആകുമ്പോൾ കിടന്നുറങ്ങി. അപ്പോൾ പിന്നെ നീക്കാൻ നേരം വൈകിയപ്പോൾ അവൻ്റെ കരച്ചിലുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു ഇത് എടുത്തിട്ടില്ല. വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ എടുത്തിട്ടില്ല. പിന്നെ അമ്പലത്തിൽ പോയിട്ടും അമ്മമാർ എടുത്തിട്ടില്ല. എന്നുവെച്ചാൽ അവൻ ഉറങ്ങി നീച്ചതിൻ്റെ അത് മാറിയിട്ടില്ലായിരുന്നു. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇങ്ങനെ ആ കമൻറ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ആ കമൻറ്റിനുള്ളിൽ പറഞ്ഞുതരാം. പിന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ, ഇവിടുത്തെ വീഡിയോ എടുത്താലും തരില്ല, അങ്ങനത്തെ ഒരു സുന്ദരമായൊരു ഗ്രാമം എന്നൊക്കെ പറയാം. ഞാൻ ആടിനെ കാണിച്ചു തരാം. ഇവിടെ കേട്ടോ, ഞാൻ എടുക്കണമെന്നില്ല, ഇവരെല്ലാവരും ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഷർട്ടൊക്കെ ഊരിട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോ എടുക്കല്ലേ അറിയാം. വീഡിയോ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ഇത് ചെറിയ വീഡിയോ കേട്ടോ. ഞാൻ ഇവിടുത്തെ ഇതൊക്കെ കാണിച്ചു തന്നിട്ട് ഇതാക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ കൂടുതൽ കോപ്പിറൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഓൺ വോയിസ് ഇടുമ്പം പിന്നെയും പാട്ട് വെക്കും വോയിസ് കൊടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് നോക്ക് ഞാൻ പാട്ട് വയ്ക്കാത്ത സമയത്ത് എടുത്താണ് കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങും പാട്ട്. ഓക്കെ ബൈ.